ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ തേർഡ് ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് അതിലെ വേറൊരു പോർഷനിലേക്ക് കിടക്കുകയാണ്. അത് നമ്മൾ ഫങ്ഷൻസ് ഓഫ് കമേഴ്സ്യൽ ബാങ്ക്സ്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മണി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ നമ്മൾ കമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻ പറഞ്ഞ സമയത്ത് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് പറഞ്ഞിരുന്നു. അതൊന്ന് വിശദമായിട്ട് പഠിക്കുകയാണ്. ദ ക്രെഡിറ്റ് ക്രിയേഷൻ ഓർ ക്രിയേഷൻ ഓഫ് മണി ബൈ ബാങ്കിങ് സിസ്റ്റം. ക്രിയേഷൻ ഓഫ് മണി ബൈ ബാങ്കിങ് സിസ്റ്റം. ബാങ്കുകൾക്ക് പണം സൃഷ്ടിക്കാനുള്ളൊരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ പണസൃഷ്ടി അല്ലെങ്കിൽ പണം പ്രദാനം വർദ്ധിപ്പിക്കുന്നതിൽ വാണിജ്യ ബാങ്കുകളുടെ പങ്ക് വളരെയധികം, ഒരു രാജ്യത്തിലെ മണി സപ്ലൈ വർദ്ധിപ്പിക്കുക എന്നുള്ള എഫക്റ്റ്, അതിന് വാണിജ്യ ബാങ്കുകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. എങ്ങനെയാണ് ബാങ്കുകൾ പണസൃഷ്ടി നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നമ്മളൊരു ബാങ്കിന് നമ്മൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, കടം കൊടുക്കുന്നു എന്നുള്ളതാണ് ബാങ്കുകളുടെ ഫങ്ഷൻ, നമുക്കറിയാം. ഓരോ നിക്ഷേപം സ്വീകരിക്കുന്നു, ആ നിക്ഷേപം കടമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ ഒരു 100 കോടി രൂപ നിക്ഷേപം പിരിച്ച ഒരു ബാങ്ക് ആ 100 കോടി രൂപയും ലോൺ കൊടുക്കാൻ പറ്റില്ല. അതിന് ചില തടസ്സങ്ങളുണ്ട്. വാണിജ്യ ബാങ്കുകൾ നിക്ഷേപത്തിൽ നിന്ന് ഒരു ഭാഗം കേന്ദ്ര ബാങ്കിൽ കരുതലായിട്ട് വെക്കണം. ആ കരുതൽ കഴിച്ച് ബാക്കിയുള്ളതാണ് ലോൺ കൊടുക്കാൻ പറ്റുക. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഹൗ ദി കമേഴ്സ്യൽ ബാങ്ക്സ് ക്രിയേറ്റ്സ് മണി എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഇത് പറയുന്നത് മണി ക്രിയേഷൻ മീൻസ് എവറി ഡിപ്പോസിറ്റ് creates loans and every loan creates deposits എന്നാണ് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾക്കുള്ള കിട്ടുന്ന നിക്ഷേപം, ഓരോ നിക്ഷേപവും അത് ലോണായിട്ട് കൊടുക്കുന്നു. ലോണ് കൊടുക്കുന്ന സമയത്ത് ആ ലോണ് ഒരു നിക്ഷേപമായിട്ടാണ് ബാങ്കിൽ ഒരു നിക്ഷേപം, ആ കസ്റ്റമർ, ലോൺ എടുക്കുന്ന കസ്റ്റമർ ബാങ്കിൽ ഒരു നിക്ഷേപമായി തുടങ്ങിക്കൊണ്ടാണ് ലോൺ എടുക്കുന്നത്. അങ്ങനെയാണ് ബാങ്ക് കടം കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ലോണും ഒരു നിക്ഷേപമായി മാറുന്നു. അങ്ങനെ ഓരോ ലോണും നിക്ഷേപമായി മാറുന്ന സമയത്ത് ആ നിക്ഷേപം വീണ്ടും ലോൺ കൊടുക്കാൻ ബാങ്കിന് പറ്റുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ എവറി ലോൺ ക്രിയേറ്റ്സ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ഡിപ്പോസിറ്റ് ക്രിയേറ്റ്സ് ലോൺ. അങ്ങനെ ഈ ഒരു പ്രോസസ്സിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാങ്കുകൾ ഇങ്ങനെ ക്രെഡിറ്റ് ക്രിയേഷൻ അല്ലെ ക്രിയേഷൻ ഓഫ് മണി, പണപ്രദാനം വർദ്ധിപ്പിക്കുന്നതിൽ ബാങ്കുകൾക്ക് വളരെയധികം പങ്കുണ്ട്. അപ്പൊ ഇതിനൊരു തടസ്സമായി നിൽക്കുന്നത് RBIയുടെ നിയന്ത്രണം, CRR, ക്യാഷ് റിസർവ് റേഷ്യോ നമുക്കറിയാം. CRR ഇപ്പം വാണിജ്യ ബാങ്കുകൾക്കൊക്കെ കിട്ടുന്ന നിക്ഷേപത്തിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് കേന്ദ്ര ബാങ്കിൽ കരുതലായിട്ട് വെക്കണം. അതിനാണ് നമ്മൾ CRR എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു 10%, ഇപ്പോൾ ഒരു 100 കോടി നിക്ഷേപമായിട്ട് ലഭിക്കുന്ന ഒരു ബാങ്കിന് അതിന്റെ 10%, 10 കോടി കേന്ദ്ര ബാങ്കിൽ കരുതലായിട്ട് വെക്കണം. ബാക്കിയുള്ള 90 കോടിയാണ് ലോൺ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ലോൺ ക്രെഡിറ്റ് ക്രിയേഷൻ, കൂടുതൽ ലോൺ കൊടുക്കുകയും അത് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് തടയുന്നത് അല്ലെങ്കിൽ ഒരു നിയന്ത്രണമായിട്ടുള്ളതാണ് ഈ CRR എന്ന് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സിന് ഒരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു നിയന്ത്രണമായിട്ട് നിൽക്കുന്നത്, അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നിൽക്കുന്നത് എന്താണ്? CRR ആണ്, ഈ കരുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ മണി മൾട്ടിപ്ലയർ പ്രോസസ് എന്ന് പറയുന്നത്. കേന്ദ്ര ബാങ്ക് ഈ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സിനെ അറിയപ്പെടുന്നത് മണി മൾട്ടിപ്ലയർ എന്നാണ്. അപ്പം RBI ഫസ്റ്റിൽ ഇറക്കുന്ന പണത്തിനേക്കാൾ ഇഫക്റ്റിൽ അത് സമൂഹത്തിലേക്ക് ഇറക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇത് കാണുന്നത്. അപ്പൊ ഈ വാണിജ്യ ബാങ്കുകളുടെ ഓരോ ഡിപ്പോസിറ്റും ലോണായി മാറുന്നു, ലോൺ വീണ്ടും ഡിപ്പോസിറ്റായി മാറുന്നു. ഈ പ്രക്രിയയിലൂടെ പണസൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ ഒരു വിശദമായ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് വിശദീകരിക്കാം. മണി മൾട്ടിപ്ലയർ പ്രോസസ്സ് നമുക്കൊരു ടേബിളിലൂടെ മനസ്സിലാക്കാം. ഒരു ബാങ്ക് 100 രൂപ ഡിപ്പോസിറ്റായി തുടങ്ങുന്നു എന്ന് സങ്കല്പിക്കാം. ഒരു ബാങ്കിൽ 100 രൂപ ഡിപ്പോസിറ്റ് അല്ലെ 100 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ആ 100 രൂപയിൽ 20% CRR എന്നും സങ്കല്പിക്കുക. കേന്ദ്ര ബാങ്കിൽ കരുതലായിട്ട് വെക്കേണ്ടത് 20% ആണെന്ന് സങ്കല്പിക്കുക. അപ്പം 100
100 രൂപ നിക്ഷേപം കിട്ടുന്ന ബാങ്ക് ഫസ്റ്റ് റൗണ്ടിൽ അത് 20 രൂപ കരുതൽ വെക്കുന്നു, ബാക്കിയുള്ളത് 80 രൂപ ലോണായിട്ട് കൊടുക്കുന്നു. 80 രൂപ ലോണ് ഇവിടെ കാണാം. ഫസ്റ്റ് റൗണ്ടുകളാണ്. സെക്കൻഡ് ഡിപ്പോസിറ്റ് ഇൻ ബാങ്ക്, റിക്കേർഡ് റിസർവ്, ലോൺ മേഡ് ബൈ ബാങ്ക്. അപ്പം 100 രൂപ നിക്ഷേപം കിട്ടിയൊരു ബാങ്ക് 20 രൂപ കരുതൽ വെക്കുന്നു, ബാക്കി 80 രൂപ ലോൺ കൊടുക്കുന്നു. ഈ ലോണ് 80 രൂപ ലോൺ കൊടുക്കുമ്പോൾ അതൊരു നിക്ഷേപമായിട്ടാണ് തുടങ്ങുന്നത്. അത് വേറൊരു ബാങ്കിൽ 80 രൂപ നിക്ഷേപമായി തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ ബാങ്കിൽ തന്നെ 80 രൂപ നിക്ഷേപമായി തുടങ്ങുന്നു എന്ന് സങ്കല്പിക്കുന്നു. അപ്പം വീണ്ടും ഒരു 80 രൂപ നിക്ഷേപം കിട്ടുന്നു. അതിൻ്റെ 20% 16 കരുതൽ വെക്കുന്നു, 16 രൂപ കരുതൽ വെക്കുന്നു, ബാക്കി 64 ലോൺ കൊടുക്കുന്നു. ഈ 64 വേറൊരു ഡിപ്പോസിറ്റ്, ഓരോ ലോണും ഒരു ഡിപ്പോസിറ്റായിട്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ഡിപ്പോസിറ്റായി മാറുന്നു. ആ ഡിപ്പോസിറ്റിൻ്റെ കിട്ടുന്ന ബാങ്കിന് അതിൻ്റെ 20% കരുതൽ വെച്ച് ബാക്കി ലോൺ എടുക്കാം. അങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ പോകുന്നു. അപ്പം ഫസ്റ്റ് ഓരോ റൗണ്ടായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ആദ്യം ബാങ്കിന് കിട്ടുന്ന ഡിപ്പോസിറ്റ് 10 100 പിന്നീട് 80, അങ്ങനെ കിട്ടി അവസാനം 500 വരെ ഡിപ്പോസിറ്റ് വർദ്ധിക്കും. ഇനി അതുപോലെ തന്നെ കരുതൽ ഇങ്ങനെ 20 രൂപ അങ്ങനെ കിട്ടി അവസാനം 100 വരെ വർദ്ധിക്കും. കരുതൽ വെക്കേണ്ടി വരും. 500 രൂപ മൊത്തം നിക്ഷേപം കിട്ടുന്നു, 100 രൂപ കരുതൽ വെക്കുന്നു. ഇനി ലോണ് 80, 64 അങ്ങനെ ലോൺ കൊടുത്ത് 40 വരെ ലോൺ കൊടുക്കും. അപ്പോൾ 500 നിക്ഷേപം കൊടുക്കുന്ന ഒരു ബാങ്ക് 400 രൂപ വരെ ലോൺ കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഇത് മണി മൾട്ടിപ്ലയർ പ്രോസസ്സ്. അപ്പോൾ 100 രൂപയിൽ തുടങ്ങിയൊരു ബാങ്ക് അത് നിക്ഷേപം സൃഷ്ടിയിലൂടെ എത്രയായി 500 രൂപയിലേക്ക് വർദ്ധിച്ചു. 100 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് 500 രൂപ വരെ ഡിപ്പോസിറ്റ് വർധനവിലേക്ക്, മണി ക്രിയേഷനിലേക്ക് സംഭവിച്ചു എന്നുള്ളതാണ് കാണുന്നത്. ഇനി ഇതൊരു ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രകാരം പറയുകയാണെങ്കിൽ റിസർവ് ആയിട്ടുള്ളത് 100 രൂപ, ലോണ് 400 രൂപ, ടോട്ടൽ 500 രൂപയാണ് അസറ്റ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ അസറ്റായിട്ട് പറയുന്നത് റിസർവും ലോണാണ്. ലോണ് കൊടുത്താൽ തിരിച്ച് കിട്ടില്ല, അപ്പോൾ അസറ്റാണ്. ഈ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പോസിറ്റാണ്, അത് തിരിച്ചു കൊടുക്കണം, അത് ലയബിലിറ്റിയാണ്. അത് രണ്ടും ഇവിടെ ബാലൻസ് ഷീറ്റ് നമ്മളിവിടെ 500 ടോട്ടൽ അസറ്റ് 500, ലയബിലിറ്റി 500. അപ്പോൾ ഈ കറൻസിയിൽ മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? കറൻസി പ്ലസ് ഡിപ്പോസിറ്റ്. കറൻസി പ്രത്യേകമായിട്ടൊന്നുമില്ല, ഡിപ്പോസിറ്റ് ആണുള്ളത്. 500 മണി സപ്ലൈ. അപ്പോൾ ആദ്യം 100 രൂപയിൽ തുടങ്ങിയ ഒരു 100 രൂപയിൽ തുടങ്ങിയ ബാങ്ക് ഇപ്പോൾ എത്രയായത് അതിൻ്റെ എഫക്റ്റിൽ അത് മണി ലോൺ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ അത് വർദ്ധിച്ച് എത്രയായി 500 അപ്പോൾ ഇവിടെ 5 ഇരട്ടി. ആദ്യത്തെ 100 അത് 5 ഇരട്ടി വർദ്ധിച്ചതായിട്ട് കാണാം. ഈ മണി മൾട്ടിപ്ലയർ എങ്ങനെ നമുക്ക് കാണാം? 1/CRR ക്യാഷ് റിസർവ് റേഷ്യോ, അതാണ് മണി മൾട്ടിപ്ലയർ കാണാനുള്ള സൂത്രവാക്യം. 1 ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പം ഈ ഒരു എക്സാമ്പിൾ നമുക്കറിയാം 1/20%. 20% എന്ന് പറഞ്ഞാൽ 0.2 ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് 5. മണി മൾട്ടിപ്ലയർ എത്ര പെരുകിയ 5 മടങ്ങ് പെരുകിയെന്നാണ്. അപ്പോൾ ആദ്യമുള്ള ഒരു 100 രൂപ ഡിപ്പോസിറ്റിന് സ്റ്റാർട്ട് ചെയ്ത ബാങ്ക് അതിൻ്റെ 5 മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു, 5 മടങ്ങ് 500 വർദ്ധിച്ചു. അപ്പോൾ അത് പണം പെരുകുന്ന കാണിക്കുന്നതാണ് മണി മൾട്ടിപ്ലയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബാങ്കുകൾ ഡിപ്പോസിറ്റ് സൃഷ്ടിച്ച് ഇങ്ങനെ പണം പെരുകുന്ന പ്രോസസ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് RBI ഫസ്റ്റിൽ ഇറക്കുന്ന പണത്തിനേക്കാൾ ഇഫക്റ്റിൽ ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പം ഈ വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപങ്ങൾ സൃഷ്ടിക്കൽ ആ പ്രക്രിയയിലൂടെ, ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന പ്രക്രിയയിലൂടെ അത് വർദ്ധിച്ച് വരുന്നു. അപ്പോൾ മണി സപ്ലൈ വർദ്ധിപ്പിക്കുന്നതിൽ വാണിജ്യ ബാങ്കുകൾക്ക് വളരെയധികം പങ്കുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇത്. മണി ക്രിയേഷൻ ബൈ ബാങ്കിങ് സിസ്റ്റം, അതിൻ്റെ ഒരു നോട്ടും ഇതിൻ്റെ കൂടെ തന്നെ തരികയാണ്. മണി ക്രിയേഷൻ ബൈ ബാങ്കിങ് സിസ്റ്റം. ബാങ്ക്സ് ക്യാൻ ക്രിയേറ്റ് മണി. വാണിജ്യ ബാങ്കുകൾക്ക് പണം സൃഷ്ടിക്കാൻ പറ്റും. വെൻ ദ ബാങ്ക്സ് ലെൻഡ് ടു എനി പേഴ്സൺ, എ ന്യൂ ഡിപ്പോസിറ്റ് ഈസ് ഓപ്പൺഡ് ഇൻ ദാറ്റ് പേഴ്സൺസ് നെയിം. അപ്പോൾ ഓരോ ലോണും എടുക്കുന്ന സമയത്ത് ആ ലോൺ ഒരു നിക്ഷേപമായിട്ടാണ് തുടങ്ങുന്നത്. ദസ് മണി സപ്ലൈ ഇൻക്രീസസ് ടു ഓൾഡ് ഡിപ്പോസിറ്റ്സ് പ്ലസ് ന്യൂ ഡിപ്പോസിറ്റ്സ്. അപ്പോൾ മണി സപ്ലൈ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓരോ ലോണും ഒരു നിക്ഷേപമായി മാറുന്നതിലൂടെ അപ്പോൾ നിക്ഷേപം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദസ് എവർ ഡിപ്പോസിറ്റ്സ്
creates loans and every loans creates new deposits. This process of commercial bank is known as credit creation. അപ്പോൾ ഓരോ ലോണും നിക്ഷേപമായി മാറുന്നു, ഓരോ നിക്ഷേപവും ലോൺ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷൻ, പണസൃഷ്ടി, കേന്ദ്ര ബാങ്കിൻ്റെ വായ്പാ സൃഷ്ടി എന്നൊക്കെ അറിയപ്പെടുന്നത്. Thus, bank can create credit and money, but there is a limit to credit creation by bank, that is CRR. കരുതൽ വെക്കുക. അപ്പം ലോൺ കൊടുക്കുന്നതിനൊരു തടസ്സമായി നിൽക്കുന്നത് കരുതൽ വെക്കുക. കരുതൽ കൂട്ടിയാൽ ലോൺ കൊടുക്കുന്നത് കുറയും. അപ്പം ഈ മണി ക്രിയേഷന് ഒരു തടസ്സമായി നിൽക്കുന്ന, ഒരു ലിമിറ്റേഷനായി നിൽക്കുന്നത് CRR ആണ്, ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ് നമ്മൾ പഠിച്ചതാണ്. The RBI decides a certain percentage of deposit which every bank must keep as reserves, CRR. ഇതിനാണ് CRR എന്ന് പറയുന്നത്. The balance it can lend out. This CRR and SLR act as a limit to the amount of credit creation by banks. Here example, let us assume a bank starts with a deposit of Rs 100. ഒരു 100 രൂപ നിക്ഷേപത്തിൽ തുടങ്ങുന്ന ഒരു ബാങ്ക് എന്ന് സങ്കല്പിക്കുക. ആൻഡ് റിസർവ് ഈസ് 20%. റിസർവ് വെക്കേണ്ടത്, കേന്ദ്ര ബാങ്കിൽ കരുതലായിട്ട് വെക്കേണ്ടത് 20 സങ്കല്പിക്കുക, 20%. ദെൻ ദ മണി മൾട്ടിപ്ലയർ പ്രോസസ് ഈസ് ഗിവൺ ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഓരോ റൗണ്ടുകളായിട്ട് ഫസ്റ്റിൽ 100 ഡിപ്പോസിറ്റ് തുടങ്ങുന്നു, അതിൽ 20 കരുതൽ വെക്കുന്നു, ബാക്കി 80 ലോൺ കൊടുക്കുന്നു. ആ 80 ലോൺ വേണ്ടവർ നിക്ഷേപമായി തുടങ്ങുന്നു, 80 നിക്ഷേപമായിട്ട് വീണ്ടും രണ്ടാമത്തെ കൊല്ലത്ത് കാണാം. ആ നിക്ഷേപത്തിൻ്റെ 20%, 16 കരുതൽ വെക്കുന്നു, ബാക്കി 64 ലോൺ കൊടുക്കുന്നു. അങ്ങനെ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഈ ഘട്ടം, ഈ റൗണ്ട് അവസാനിക്കുന്നത് 100 എന്നുള്ള ബാങ്ക് നിക്ഷേപം 500 വരെ ആവും. ഇനി റിസർവ് 20 എന്നുള്ളത് 100 ആവും. ഇനി ബാങ്ക് ലോൺ കൊടുക്കുന്നത് 80, 64 അങ്ങനെ കൂട്ടി 400 വരെ കൊടുക്കും. അതാണ് അതിൻ്റെ എൻഡ്. നൗ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ബാങ്ക് ഈസ് ഗിവൺ ബിലോ. ഈ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. അസറ്റ് റിസർവ് 100 രൂപ ഉണ്ട്, ലോണ് 400, മൊത്തം അസറ്റ് 500. ഈ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റാണ്, 500 ഡിപ്പോസിറ്റ്. അതാണ് ബാങ്ക്. ഇനി M1 എന്ന് വെച്ചാൽ മണി സപ്ലൈ എന്നാണ്. മണി സപ്ലൈ ആണ് M1 എന്ന് പറയുന്നത്. കറൻസി പ്ലസ് ഡിപ്പോസിറ്റ് ആണ്. കറൻസി ഇവിടെ ഇല്ല, ഡിപ്പോസിറ്റ് മാത്രമാണ്. അപ്പം കറൻസി 0, 500 ഡിപ്പോസിറ്റ്. അപ്പോൾ മണി സപ്ലൈ എത്ര? 500. ദസ് മണി സപ്ലൈ ഇൻക്രീസസ് ഫ്രം Rs 100 to 500. അപ്പോൾ മണി സപ്ലൈ ഫസ്റ്റിൽ 100 ഉള്ളായിരുന്നു, അത് ഇങ്ങനെ കൂടി മണി മൾട്ടിപ്ലയർ ഡിപ്പോസിറ്റ് ക്രിയേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ വർദ്ധിച്ച് 500 മാറുന്നു. ഗിവൺ CRR 20%. ഇവിടെ നിലവിലുള്ള തന്നിരിക്കുന്ന CRR കരുതൽ വെക്കേണ്ടത് 20% നിക്ഷേപത്തിൻ്റെ. ദി ബാങ്ക് കനോട്ട് ഗിവ് എ ലോൺ ബിയോണ്ട് ₹400. അപ്പോൾ ആ കരുതൽ വെക്കേണ്ടതുകൊണ്ട് മൊത്തം 500 നിക്ഷേപത്തിൽ നിന്ന് 400 എന്താണ് ലോൺ കൊടുക്കാൻ പറ്റും. ഹിയർ CRR ആക്ട് പ്രവർത്തിക്കാം. ഹിയർ CRR ആക്ട്സ് ആസ് എ ലിമിറ്റ് ടു മണി ക്രിയേഷൻ. മണി മൾട്ടിപ്ലയർ പ്രോസസ്സിൻ്റെ ഒരു സമവാക്യം നമുക്ക് നോക്കാം. മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1 ക്യാഷ് റിസർവ് റേഷ്യോ 1 CRR. ഇനി നമ്മൾ എക്സാമ്പിൾ, ഇൻ അവർ എക്സാമ്പിൾ മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1/20%. 20% എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 1/0.2 ഈസ് ഈക്വൽ ടു 5. മണി മൾട്ടിപ്ലയർ 5 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യമുള്ള നിക്ഷേപം 100 എന്നുള്ളത് മണി മൾട്ടിപ്ലയർ പ്രോസസ്സിലൂടെ 500 മാറി, 5 ഇരട്ടി. ആദ്യമുള്ള 100 × 5 500. ഇതാണ് നമ്മൾ എക്സാമ്പിളിൽ മണി മൾട്ടിപ്ലയർ പ്രോസസ്സ് കാണിക്കുന്നത്. ഓക്കെ.